എന്തുകൊണ്ടാണ് ബോധവൽക്കരണ പരിപാടികളുടെ ഫലപ്രാപ്തി കുറയുന്നത്? ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടക്കുന്നതായിട്ട് നമുക്കറിയാം. ലഹരി വിരുദ്ധ സെമിനാറുകൾ, മദ്യാസക്തിക്കെതിരെയുള്ള ബോധവൽക്കരണം, ശരിയായ ജീവിതശൈലിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി നിരവധി കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലപ്രാപ്തി വളരെ കുറവാണ്. എന്താണ് ഇതിൻ്റെ കാരണം? എൻ്റെ ഗുരുനാഥനായ പൂർണ്ണഗുരു ശ്രീ മാധവാചാര്യൻ പഠിപ്പിക്കുന്നത് ബോധവൽക്കരണം ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ ബോധ ഉണർവ് ഉണ്ടാകണം. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവൃത്തിയിൽ വരുത്താനുമുള്ള ഒരു മാനസിക അവസ്ഥയിൽ എത്തിച്ചേരണം. അതിന് ബോധ ഉണർവ് സംഭവിക്കണം. ബോധ ഉണർവ് സംഭവിച്ച ഒരാളിൽ മാത്രമേ ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ചറിയാനും ശരിയിലൂടെ മുന്നോട്ട് പോകാനുമുള്ള ഉൾപ്രേരണ ഉണ്ടാവുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ, ധ്യാനം തുടങ്ങി എല്ലാ വിധത്തിലുള്ള ആത്മീയമായിട്ടുള്ള സാധനാ മാർഗങ്ങളും നമ്മൾ പരിശീലിക്കുന്നത്. ഗുരുജി ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള നിർവാണ യോഗ സിസ്റ്റത്തിൽ ഓരോ പ്രായത്തിനനുസരിച്ച്, അതായത് കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടുന്നതായിട്ടുള്ള ധ്യാനം, യോഗ തുടങ്ങി നിരവധിയായിട്ടുള്ള സാധനാ മാർഗങ്ങൾ, നമ്മളുടെ കുറവുകൾ എന്താണോ അത് ഇല്ലാതാക്കാനുള്ള പ്രത്യേകിച്ച് ചെയ്യേണ്ടുന്ന ക്രിയകൾ, അതുപോലെ നിരവധി സാധനാ മാർഗങ്ങളും ശരിയായ ജ്ഞാനവും ശരിയായ രീതിയിലുള്ള ബോധവൽക്കരണവും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.